ഇടതുപക്ഷ നേതാവും മുൻ മന്ത്രിയുമായ ആന്റണി രാജുവിന് ഇന്ന് നിർണായകം. ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിന്റെ വിധി ഇന്നാണ്. മയക്കുമരുന്ന് കേസിലെ പ്രതിയായ വിദേശിയെ സഹായിക്കാൻ തൊണ്ടിമുതലായ അടിവസ്ത്രം നശിപ്പിച്ചു എന്നാണ് കേസ്. കോടതി ജീവനക്കാരനായിരുന്ന KS ജോസും അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവും യഥാക്രമം 1ഉം 2ഉം പ്രതികളായ കേസിൽ 3.5 പതിറ്റാണ്ടിനു ശേഷമാണ് വിധി വരുന്നത്. ഇടതുപക്ഷ നേതാവും മുൻ മന്ത്രിയുമായ ആന്റണി രാജു നിലവിൽ MLA ആണ്. 10 മാസം നീണ്ട കേസിന്റെ വിചാരണ കഴിഞ്ഞ മാസം 16-ന് പൂർത്തിയായി. 29 സാക്ഷികളിൽ 19 പേരെ വിസ്തരിച്ചു. മരണം, രോഗം എന്നിവ മൂലം 8 പേരെ ഒഴിവാക്കി. മറ്റ് 2 പേരെ പ്രോസിക്യൂഷനും ഒഴിവാക്കിയിരുന്നു. 1990-ലാണ് കേസിനാസ്പദമായ സംഭവം. ലഹരി മരുന്നുമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഒരു വിദേശി പിടിയിലായി. ഇയാളെ തിരുവനന്തപുരം ജില്ലാ കോടതി 10 വർഷത്തേക്ക് ശിക്ഷ വിധിച്ചു. കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ എത്തിയപ്പോഴാണ് തിരിമറികൾ നടന്നത്. വിദേശിയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അഭിഭാഷകൻ ആന്റണി രാജു തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയെന്നാണ് കേസ്. ഹൈക്കോടതിയിലെത്തിയപ്പോൾ തൊണ്ടിമുതലായ അടിവസ്ത്രം പ്രതിക്ക് ചേരുന്നതായിരുന്നില്ല. തൊണ്ടിമുതലിൽ കൃത്രിമം വരുത്തിയതോടെ പ്രതിയെ കേസിൽ നിന്ന് ഒഴിവാക്കി. പിന്നീട് മറ്റൊരു കേസിൽ വിദേശത്ത് ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ ഇയാൾ സഹതടവുകാരനോട് സത്യാവസ്ഥ വെളിപ്പെടുത്തി. സഹതടവുകാരന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് 1994-ലാണ് കേസെടുത്തത്. ഇന്റർപോൾ CBIയെ അറിയിക്കുകയും CBI കേരള പോലീസിന് വിവരം കൈമാറുകയുമായിരുന്നു. അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവും കോടതി ജീവനക്കാരനായിരുന്ന ജോസും ചേർന്ന് തൊണ്ടിമുതലിൽ തിരിമറി നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. 2014-ലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. അതിനിടെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ കേസിൽ വിചാരണ നടക്കട്ടെ എന്ന് കോടതി നിർദ്ദേശിച്ചു. തുടർന്നാണ് വഞ്ചിയൂർ കോടതിയിൽ നിന്ന് കേസ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റിയത്. വിചാരണ പൂർത്തിയാക്കുകയും ചെയ്തു. വിചാരണയ്ക്കിടെ വീണ്ടും 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ചില വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർത്തു. ഈ വകുപ്പുകളിലും വാദം കേട്ട ശേഷമാണ് ഇന്ന് കോടതി വിധി പറയുന്നത്. ജനം, തിരുവനന്തപുരം.